ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. നമ്മൾ ഐഫോൺ ഫോബിയാസിലോട്ട് പോവുകയാണ്. ആപ്പിൾ മാക്ബുക്ക് നിയോ എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അവൻ അതെടുത്തിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ അവൻ ആപ്പിൾ ഫാൻ ബോയ് ആയതുകൊണ്ടല്ല. ആപ്പിൾ ഫാൻ ബോയ് അല്ലേ, ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിലാണ്. നീ ആപ്പിൾ ഫാൻ ബോയ് ആണ്? എനിക്ക് മാക്ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാക്ബുക്ക് ഫാൻ ബോയ് ആണ്, നീ ആപ്പിൾ ഫാൻ ബോയ് ആണ്. ഫാൻ ബോയ് അല്ലേ, എനിക്കിപ്പോ ആപ്പിളിലോട്ട് വലിയ വികാരമൊന്നുമില്ല. ബിക്കോസ് അവന്മാരിപ്പോ വില കുറച്ചാണ് ഐഫോൺ ഒക്കെ ഇറങ്ങണം. 75,000 ഉള്ളൂ ഐഫോൺ 17. ബാക്കിയുള്ള എല്ലാണോ മറ്റേ കൊലകൊമ്പം വിലയും വെച്ചോണ്ടിരിക്കുമ്പോ അവന്മാരാണ് ആകെ വില കുറഞ്ഞ സാധനം ഇറങ്ങുന്നത്. അപ്പൊ ഗൈസ് ഇപ്പൊ ആപ്പിളിലും ആൾക്കാർ പ്രിയം തോന്നി തുടങ്ങി. നമ്മുടെ ഗ്യാങ്ങിലോട്ട് നമ്മളെ ഗ്യാങ്ങിലോട്ട് പുതിയ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഗൈസ്. അപ്പൊ പോയിട്ട് നമുക്ക് നിയോ എങ്ങനെ ഉണ്ടെന്ന് നോക്കിട്ട് വരാം. അത് കഴിഞ്ഞ് ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ പോകാം. യെസ്, നമ്മൾ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാർത്തി വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് തുടങ്ങി. അപ്പോൾ അവിടെ പോയി നമ്മൾ ജാപ്പനീസ് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. ഓജി റാമൻ എന്നാണ് കടയുടെ പേര്. സോ നമ്മൾ അങ്ങോട്ട് ആദ്യം ഐഫോൺ ഫോബിയാസ് വെച്ച് കാണാം ഗൈസ്. ബൈ. ഐഫോൺ ഫോബിയാസിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവനിവിടെ മറ്റേ മാക്ബുക്ക് നിയോയും വാങ്ങിക്കണം, എനിക്കൊരു ഐഫോണിൻ്റെ ചാർജറും വാങ്ങിക്കണം. എൻ്റെ ചാർജർ കളഞ്ഞുപോയി ഐഫോണിൻ്റെ. അപ്പോൾ അത് രണ്ടും എടുത്തിട്ട് നമ്മൾ പതുക്കെ ഫുഡ് അടിക്കാൻ പോകും. കാർത്തിക്ക് ചിലപ്പം നേരെ അങ്ങോട്ട് വരുമായിരിക്കും. സോ ആദ്യം നിയോ നോക്കട്ടെ ഗൈസ്, കൈ കിട്ടട്ടെ, കാണിച്ചു തരാം ഗൈസ്. അമ്മേ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഇതാണ് ഗൈസ് മാക്ബുക്ക് നിയോ, പച്ച കളർ, അവൻ്റെ ഫേവറേറ്റ് കളറാണ്. ഇവന് മടുക്കും, അപ്പം എനിക്ക് തരും, കുഴപ്പമില്ല, എനിക്കറിയാം. മൈ ഗോഡ്, ചുമ്മാ വ്ളോഗ് ചെയ്യാൻ വേണ്ടി എടുത്താണ്. ഇത് പറഞ്ഞ് എൻ്റെതായി ഗൈസ്. ഇതാണ് ഭയങ്കര വലിയ മനസ്സുള്ളവനാണ് അവൻ. വേറൊരു ചൊറിയനാണ് അവൻ. എടാ ആദ്യം പറഞ്ഞതാണ് യഥാർത്ഥ കാര്യം. ഇത് നിനക്ക് വലിയ ഗുണമൊന്നുമില്ല ഈ നിയോ. എനിക്ക് ഞാൻ ഗുണം ഉണ്ടായിക്കോളാം. പച്ച വേറെ ഏതൊക്കെ കളർ ഉണ്ടായിരുന്നു? അല്ല ഇത് തന്നെയാണോ? ഇത് സെറ്റ് പച്ചവെള്ള. അതൊക്കെ ചുമ്മാ പറയാണ് ഗൈസ്. എനിക്ക് തന്നെ അത്, ഞാൻ ആപ്പിൾ ഫാനൊന്നും അല്ല. എൻ്റെ ഒരു മാക്ബുക്ക് എയർ ആണ് ഇരിക്കുന്നത്, അത് എന്നെ വലിക്കുന്നില്ല. ഇത് എത്ര സൈസാണ്? 14 ഇഞ്ചാണോ? നോക്കട്ടെ, ഫോട്ടോ എഡിറ്റിംഗ് നോക്കാം ഗൈസ്, കൈ കിട്ടിട്ട്. അതാ ഗൈസ്, നീ വാങ്ങിച്ച് തുറന്നില്ല, അതിൻ്റെ മുമ്പേ കുറ്റം പറഞ്ഞു തുടങ്ങി. ഇത് എനിക്ക് തന്നെ. അപ്പം 8 GB വെച്ച് നീ എന്തോ ചെയ്യാനാണ്? അല്ല പിന്നെ ഞാൻ കുഴപ്പമില്ല, ഇത് ഞാൻ വെച്ച് നല്ല മെസ്സേജൊക്കെ അയച്ച് കളിച്ചോളാം അതിൽ, അത് കുഴപ്പമില്ല. ടുഡേ ഇസ് നോട്ട് അവർ ലക്കി ഡേ ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ഇപ്പോൾ ഫുഡ് അടിച്ചിട്ട് ബൈ. അഡീഷണൽ ഇൻഫർമേഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ കളറ്. സിൽവർ, ബ്ലൂ, ആ പച്ച തന്നെയാണ് കുറച്ചുകൂടെ കൊള്ളാവുന്ന കളർ. ഇനി ഇതിൻ്റെ പിങ്കും ഉണ്ടെന്നാണ് പറയുന്നത്. പിങ്കിനെ കാട്ടി എന്തുകൊണ്ടും പച്ച തന്നെ നല്ലത്. അപ്പോൾ എനിക്ക് കാർത്തിയെ വിളിക്കട്ടെ ഗൈസ്, ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ ജെറനോയ എത്തിയിരിക്കുക. അല്ല ജെറനോയ അല്ല, ഇതാണ് ക്രോഫ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് വിചാരിക്കുകയാണ് കാർത്തിയെ കൊണ്ട് ഇത് അൺബോക്സ് ചെയ്യിപ്പിക്കും. മനസ്സിലായില്ലേ? ഇതാണ് ബ്രോ, നിജാദ് ബ്രോ. പപ്പൂന്നല്ലേ എല്ലാവരും വിളിക്കുന്നത് ഗൈസ്. ഇത് നമ്മുടെ ആക്ടർ നോബിൾ ബ്രോയുടെ ബ്രോ ആണ്. അപ്പം മീശയൊക്കെ വളർത്തി വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ പെട്ടെന്ന് ആരാണ്. ശരിയാണ്, അല്ല ക്ലീൻ ഷേവ് അല്ലേ നമ്മൾ കണ്ടോ? അല്ല അല്ലേ, പുള്ളി പൊളിയാണ് കേട്ടോ. നാളായി കണ്ടിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ ഓൾറെഡി കഴിച്ചു. എങ്ങനെയുണ്ട്? നൈസ്, ഓക്കെ ഫൈൻ. ശരി, നമ്മളും കൂടെ പോയി കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഉണ്ടോ വരുന്നതുണ്ടോ? കടയും തുറന്ന് വെച്ചിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. യെസ് മിസ്റ്റർ രാഹുൽ ബ്രോ, നമ്മളെയാണ് ലാസ്റ്റ് വിളിച്ചത് ഇവിടെ ട്രൈ ചെയ്യാനായിട്ട്. എന്താണ് ഇത് കട തുറങ്ങണതിനെ പറ്റി ആദ്യം പറഞ്ഞ എൻ്റെ അടുത്ത്, എന്നിട്ട് വിളിച്ചത് ലാസ്റ്റ്. വെരി ബാഡ് ഗൈസ്. നമ്മളിത് ഫുഡ് റിവ്യൂവിലും ഇതേപോലെ ബ്രൂട്ടലായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ വരാനുണ്ട്, അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോഴേക്കും നിങ്ങൾ ടേബിൾ സെറ്റ് ചെയ്താൽ പറയട്ടെ. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറയട്ടെ. വെറുതെ ഗുരു എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ പാരയെന്നാണ് ഈ തെണ്ടിയാണ് ഗൈസ്. കംപ്ലീറ്റ് ഞാൻ ബ്ലോഗില് മുഴുകിയിരിക്കുകയാണ്. എനിക്ക് വെച്ച് ഫോട്ടോ എടുക്കണോ മറ്റേ ഇത് വരുന്നില്ല. എന്റെ ലാസ്റ്റ് ബ്ലോഗ് കണ്ടില്ല? അതാ തുടങ്ങി. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പൂക്കികളെ വാരി കൊണ്ടുവരും. പിന്നല്ല, അതാണ് എന്റെ കണ്ടന്റ്. ദാറ്റ്സ് മൈ കണ്ടന്റ് ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ സത്യം ഗൈസ് വേണ്ട, ഞാൻ പോകുന്നു, ബൈ. ഇതാണ് ഓണർ കേട്ടാടാ. ഞാൻ പറഞ്ഞാണ് കാർത്തിക് സൂര്യ വരുമെന്നൊക്കെ. അപ്പൊ പറഞ്ഞ കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ.
വെറുതെ ഒരു മാർക്കറ്റിംഗ്, ഞങ്ങൾക്കൊരു മാർക്കറ്റിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇല്ലല്ലോ. അയ്യോ ടേബിള് കിട്ടാൻ വൈകിട്ട് ഞങ്ങള് അതേപോലെ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഓരോ 5 മിനിറ്റിൽ ഓരോ നെഗറ്റീവ് റിവ്യൂ വീതം വന്നോണ്ടിരിക്കും. ഓരോ സ്റ്റാർ വീതം കുറഞ്ഞോണ്ടിരിക്കും. 1/2 സ്റ്റാറൊക്കെ കൊടുക്കാം. ഇല്ലല്ലോ കുഴപ്പമില്ല, നടക്കട്ടെ. നോ വറീസ് നടക്കട്ടെ. പുതുതായിട്ട് ഒരു കട തുടങ്ങിയതിന്റെ ഒരു ടെൻഷൻ കണ്ടില്ലേ? സീന് സാധനം ഹയാബുസ. ഇതാണ് ഇവിടുത്തെ ബ്രാൻഡ് അംബാസഡർ ഓജി. ഇത് മറ്റേ ഇതാണെന്ന് തോന്നുന്നു, അഡിയോസ് അമിഗോസ്. പക്ഷെ ഓജി കിടിലോണ് കേട്ടോ ഗൈസ്, നല്ല വൈബ് മനുഷ്യനാണ്. ഞാൻ പുള്ളിയുടെ വ്ളോഗൊക്കെ ഇരുന്ന് കാണാറുണ്ട്. കൊള്ളാം, കുറെ പൂക്കികളൊക്കെ ആയിട്ട് പുള്ളി നടക്കുന്നുണ്ട്. തോണ്ടെടുത്ത് വേണമെങ്കിൽ അവൻ എനിക്ക് അറിയായിരുന്നു അത് കറയണമെന്ന് ഓടി വരുമെന്നുള്ളത്. ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടാ, നീ ഇങ്ങനെ വരുമെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തതാണ്. ഞാൻ കാണാറൊന്നുമില്ല ഗൈസ്, ചുമ്മാ പറഞ്ഞതാണ്, പറ്റിച്ചത്. കഥയൊക്കെ പറഞ്ഞു ഉണ്ടാണ് ചുമ്മാ നമ്പർ. ഓ ഗുരു എന്നെ കാട്ടി വലിയ തള്ളു. അല്ല എന്നെ കാട്ടി വലിയ തള്ളു ഗുരു. മൈ ഗോഡ്. ഓജിയെ കണക്ക് പൂക്കികളായിട്ട് നടക്കണമെന്നാണ് സനിബ്രോയുടെ ആഗ്രഹം. എന്നിട്ട് വൈറ്റിലയിൽ നീ ഒരു ഇതിട്ടോടു, റെസ്റ്റോ കഫേ കമ്പയർ ചെയ്യല് അങ്ങനെ ആരെയും വെച്ച് നമുക്ക് തനി വഴി. അപ്പൊ ഇതാണ് ഓജി, ഇയാള് ഓജി റാമൻ. സൈൻ നോക്കടാ, ഈ KFCയുടെ മറ്റേ അപ്പൂപ്പനെ പോലെ. ഇതാണ് ഗൈസ് ഇവരുടെ, ഇതാണ് യഥാർത്ഥ ഓജി റാമൻ. ഇതാണ് ക്രോഫ്റ്റ്. ഈ ഒരു സ്ഥലം കൊച്ചിയുടെ നടുക്ക് വളരെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു സാധനമാണ്. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല റിലാക്സ് ചെയ്ത് കോഫി കുടിക്കാൻ സാറിന് ഇപ്പോൾ വന്ന് ജാപ്പനീസ് ഫുഡും കഴിക്കാം. നല്ല റിലാക്സ് ചെയ്ത് പരിപാടി നടക്കുകയാണല്ലോ അവിടെ. എന്തൊക്കെയോ നടക്കുന്ന കേസ്. എന്തായാലും നോക്കാം കേസ്, അത് അവൻ്റെ ഒന്ന് ചൂണ്ടാനായിട്ട് നോക്കാം. നമ്മുടെ കണ്ടന്റ് എന്നൊക്കെ പിന്നെ അതൊക്കെയാണ്, സാധനങ്ങൾ ചൂണ്ടുക, ഫുഡ് അടിക്കാൻ പോവുക. നമുക്ക് വേറെ യൂട്യൂബിലൊന്നും ചെയ്യാനില്ല കേസ്, അതാണ് സംഭവം. ലെറ്റ്സ് സീ. എന്തായാലും ഫോട്ടോഗ്രാഫി പുച്ഛിച്ചത് കൊണ്ട് ഞാൻ ഫോട്ടോഗ്രാഫി വീണ്ടും തുടങ്ങാൻ കഴിയും. നോക്കാം. അവർ ഭയങ്കരമായിട്ട് ഓവറാവുന്നുണ്ട്, നമുക്കത് മോഡലിൽ നുള്ളണം. അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഡേഞ്ചറസ് പേരാണ് കേട്ടോ. ഇറച്ചി ഡോൺ, മൗണ്ടൻ ഡെവിള്, വേറെ എന്തൊക്കെയാണ് പേര്? കാട്ടുകോഴി അല്ലേ? അത് ഫോറസ്റ്റ് അല്ലേ? മൗണ്ടൻ മലങ്കോഴി. അയ്യോ കഴിക്കാൻ വന്നേക്കുന്നത് ഞാൻ എന്തിനാണെന്ന് ഇതൊക്കെ പറഞ്ഞത്. ഇല്ല അല്ല അവിടെ ഇരിക്കും. എന്റെ അമ്മോ, എവനെ അതേ അറിയാം. മലംഭൂതം എന്നൊക്കെ പറഞ്ഞു. സ്വന്തം കടയുടെ പേരും പറഞ്ഞ് ചിരിക്കുന്ന നോക്കിയാണ്. പിന്നല്ലാതെ ഫ്രാഞ്ചൈസി എടുത്തേക്കാ. ഇത് ചെന്നൈയിലും ഉണ്ട്, അതിന്റെ ഫ്രാഞ്ചൈസി എടുത്തേക്ക്. ഇവിടെ വരുന്നവരെയൊക്കെ ഓജൈ ആണ്. അങ്കിൾ എന്നാണ്. ഓ ഇപ്പൊ പുള്ളി അങ്കിളാണ്. പുള്ളി ഏറെ പോയാലും ഇതിലും കൂടെ ഇതൊക്കെ ഓണാണ് കംപ്ലീറ്റ്. അവനെ കൊണ്ട് വലിയ ശല്യമാണ് കേട്ടോ ഗൈസ്. ഞാൻ ബ്ലോഗ് നിർത്തി. ബൈ. ഗൈസ്, നമുക്ക് എക്സ്ക്ലൂസീവ് കിച്ചണിലോട്ടുള്ള ആക്സസ് കിട്ടിയിരിക്കുകയാണ്. ഈ ജാപ്പനീസ് സെറ്റപ്പിനെ പറ്റി എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ മുമ്പ്? സത്യം എന്റെ സ്ഥിരം സ്ഥലമായിരിക്കും ഇനി ഇത്. സത്യം കേട്ടാ. നൈസ് ഗൈസ്, കൊള്ളാം കേട്ടാ, അടിപൊളി. ജാപ്പനീസ് സ്റ്റൈൽ ഓഫ് ക്രോക്കറി ആണെന്ന് പറഞ്ഞാ നല്ല രസമുണ്ട്. ഇതാണ് ഇവരുടെ മെനു, മറ്റേ ഓജി റാമൻ. നമ്മൾ പറഞ്ഞേക്കുന്നത് ഒരു ചിക്കൻ ടോങ്കുട്സു റാമൻ, ഒരു മൗണ്ടൻ ഡെവിൾ എന്ന് പറഞ്ഞൊരു റാമൻ. ഇത് മൗണ്ടൻ ഡെവിൾ ചിക്കൻ. പിന്നെ നമ്മൾ ഈ 2 ഡ്രിങ്ക് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു ചിക്കൻ കരാഗെ, ഒരു ഓയിസ്റ്റർ മഷ്റൂംസ് കരാഗെ, പിന്നെ ഒരു ഇറച്ചി ഡോൺ. ഇതാണ് സിഗ്നേച്ചർ സാധനം എന്ന് പറഞ്ഞാൽ. ബട്ടർ ഗാർലിക് റൈസ്, ടെൻഡർ സ്ലൈസ്ഡ് സ്റ്റേക്ക്, ഗോൾഡൻ ഗാർലിക് സോസ്, ക്യൂർഡ് എഗ് യോക്ക്. ഇത് നൈസായിരിക്കണം. നല്ല രീതിയിലുള്ള സ്റ്റേക്ക് ആണെങ്കിൽ സെറ്റ് ആയിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും സാധനങ്ങൾ വരട്ടെ, നമ്മൾ പറയാം ഒതന്റിക് ആയിട്ടുള്ള ഒപ്പീനിയൻ. നമ്മളെ പരിചയമുള്ള ആളുടെ ആണെങ്കിലും നമ്മളെ ടേസ്റ്റ് നമ്മൾ എന്തായാലും സത്യസന്ധമായിട്ടേ പറയുള്ളൂ. നോക്കണമൊക്കെയാണ് പാരത്തണ്ടി.
ഞാൻ അതുകൊണ്ട് അവനെ അപ്പുറത്തെ അറ്റത്ത് ചെയ്യും. എന്നെ പറ്റി കുറ്റവും വായിൽ പൂക്കിയെന്നും മാത്രമല്ലാതെ നീ പറഞ്ഞ പോലെ നാട്ടുകാരൊക്കെ എന്നെ പൂക്കിന്ന് വിളിച്ചു തുടങ്ങി. അത് മാറി ഇപ്പൊ പൂക്കിന്നായി. ഐ ആം ഫുഡ് ഡാഡി. അത് സമ്മതിച്ചാ ഒരു മിനിറ്റ്, അക്സെപ്റ്റ് ചെയ്താ ഇതാണ് മുളക് പൊടി ഇട്ട കപ്പ്. ഇത് നല്ല എരിയാണ്. വസാബി ചേർത്താണ്. വസാബി ഇല്ലേ സൂചിയില് മറ്റേ എരി വരുന്ന സാധനം, അത് കലക്കിയ ഡ്രിങ്കാണ്. നല്ല എരിയാണ്. വസാബി അത്ര നല്ല രുചിയല്ല കേട്ടോ. ഇതാണ് ഹലോ കിറ്റി. ഇത് മറിഞ്ഞു കിടക്കുകയാണ്. ഇത് എന്റെ പ്രസന്റേഷൻ കൊണ്ട് എരിഞ്ഞില്ലെങ്കിൽ അത് ഇത് മുളക് പൊടി. വേറെ ദിവസം തന്നെ ഇത് അവര് വന്നിങ്ങനെ പൊക്കി തരും. അവൻ എന്തോ പറഞ്ഞ വെയിറ്റ് എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ്. ഇല്ല ആ പൊക്ക്. ഓ ഗ്ലു 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 ഗ്ലു. ഓ വാവ്. സീനാടാ. നീ ഇതിനെ കലക്കണോ? കലക്കടാ കറവേട്ട. ഓ അവന്മാര് കലക്കിയാണ്. ഞാൻ എന്ത് കുടിക്കാം? നിങ്ങൾ ആദ്യം കുടിക്കാൻ വീഡിയോ എടുക്കാൻ. ഞാൻ അയ്യേ അതിനെ നക്കിയിട്ട് ഞാൻ വെച്ചത് നക്കിയിട്ട് ഇപ്പൊ അതിന്റെ അകത്ത് എടുത്തിട്ടത് ഇപ്പൊ കൊന്നനെ ഞാൻ. നല്ല ലിച്ചി ജ്യൂസ് കുടിച്ച പോലെ ഉണ്ട്. എല്ലാരും കുടിച്ച കേസ് അവസാനം നമുക്ക് കിട്ടും. ഒരു പാവപ്പെട്ടോട് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ പാവപ്പെട്ട അവർക്ക് പറ്റിയ സാധനം. നല്ല തണുപ്പ്. ലിച്ചി ഇത് പൂക്കിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക് ആണെന്ന് തോന്നുന്നു. ലിച്ചി അഥവാ അന്നാരാജൻ. അപ്പൊ അടുത്ത സ്ഥലം വന്ന് പൂക്കികളെ കൊണ്ടുവരാനുള്ള. ഓ നോ, വന്ന് എന്റെ മാനം പോയി തുടങ്ങി. ഒരിക്കലും ഇല്ല. ഇത് ട്രൈ ചെയ്തോ. നല്ല എരിയെന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്നാണ് കുടിക്കാറുള്ളത്. അല്ല അത് ചുമ്മാ ഡെക്കറേഷൻ ആണ്. അല്ല സനി ബ്രോ, അതും കൂടെ വായിൽ വരണം. പോടാ, അത് ഡെക്കറേഷൻ ആണ്. അത് വരണം. അവിടെയാണ് വസാബി ഇരിക്കുന്നത്. ബീഫ് ആ കഥ നീ കഴിച്ചത്. ചെറിയ ഏരിയ ഉണ്ട് കഴിച്ചു. ബീഫ് ടട്ടാക്കി കഴിച്ചോ. ആ എരി ആ മുളക് പൊടിയോടെ കഴിച്ചോ കേട്ടോ. പറഞ്ഞ പോലെ നീ മുളക് പൊടി അത്ര എടുത്തല്ലടാ. കൂടെ വെച്ചേക്കണ്ട്. കഴിച്ചോ കഴിച്ചോ. സോഡ ഉണ്ടോ? സോഡ ചെറിയൊരു ഫിസ് ഉണ്ട്. അത് തന്നെ. സോഡ ഇല്ലോ. ഞാൻ വലിയ എരിയൊന്നുമില്ല. എരി ഒരു വ്യത്യസ്തമായ ഒരു എരി. എനിക്കും അതിനെ തോന്നിയത്. ഓരോ കഴിച്ചു. അവർക്കൊന്നും ജാപ്പനീസ് ഡ്രിങ്ക് ഒന്നും പറ്റൂല. ഓ പിന്നെ ഇതാണ് ബീഫ് ടട്ടാക്കി. അത് ഇങ്ങോട്ട് വെക്ക്. ഞാൻ അയ്യോ ഞാൻ റെക്കോർഡ് വെക്കില്ല. ഇത്ര നേരം ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെന്നത്. ബ്രോ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രോ ബ്ലോഗേഴ്സ്. ഈ സാധനം ഞാൻ ഒന്നുകൂടെ അടിപൊളി. ഭക്ഷണം കഴിക്കാതെ ഞാൻ വരെ കഴിക്കാതെ നല്ല സാധനം. മുതലാളി കൊള്ളാം. നല്ല റിസർച്ച് ചെയ്ത സാധനങ്ങളും കൊള്ളാം. ഉണ്ടാക്കിയിട്ട് പറഞ്ഞല്ല ചുറ്റിന്റെ സാധനം. അവിടെ വേറെ ദിവസം പുള്ളി ഷെഫാണ്. പുള്ളി യഥാർത്ഥത്തിൽ ഷെഫാണ്. അപ്പൊ പുള്ളിക്ക് അറിയാം. അതാണ് നമ്മളത്തെ റെക്കമെൻഡ് ചെയ്യണത്. പേടിക്കണ്ട, വിശ്വസിച്ച് നമുക്ക് പുള്ളിയുടെ റെക്കമെൻഡേഷൻ എടുക്കാം. നമ്മളെ ഞാൻ പറഞ്ഞത് ഈ ഓണർ ഷെഫാണ് കേസ്. സോ പുള്ളിക്ക് അറിയാം നമ്മളെ ടേസ്റ്റ്. നല്ല സാധനങ്ങളെ പറയും. എന്തായാലും നമ്മളെ ഇറച്ചി ഡോൺ വരട്ടെ കേസ്. ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. റൈസാണ് സത്യം പറഞ്ഞാൽ. റൈസ് ബോളാണ്. ഇവരൊക്കെ റാമൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റൈസ് ബോളാണ് ട്രൈ ചെയ്യണം. കുറേ നാളായി. ഇവിടെ നല്ലൊരു റൈസ് ബോൾ കിട്ടണം. കട വന്നിട്ട് കൊച്ചിയിൽ ഇറച്ചി ഡോൺ. ഓമൂറൈസ് വേറെ ആരോട് വന്നെന്നു. ഞാൻ എന്തായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് ഫോട്ടോ ഇട്ടു. അല്ല, ഇത് വേറെ ആർക്കെങ്കിലും കഴിക്കണ്ട. ഇത് വേറെ ആരുടെയാണെന്ന് തോന്നണ്ട. എന്ത് ചെയ്യണം? ഞാനിത് പറഞ്ഞില്ല. വെയിറ്റ് ചെയ്യാൻ അതിൽ കുത്തല്ല നീ. ഡോൺസ് ഇത് എന്റെ അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മള് മറ്റേ ഇറച്ചി ഡോണാണ് പറഞ്ഞത് ഗൈസ്. ഇത് വെച്ച് നമുക്ക് ഓമു റൈസാണ് വന്നേക്കുന്നത്. സോ പുള്ളിയെടുത്ത് ചോദിച്ചിട്ട് കഴിക്കാം. നമ്മൾ ജാപ്പനീസ് റീൽസിലൊക്കെ കാണുന്ന സാധനമാണ് ഈ ഓമു റൈസ്. ബ്രോ, ദിസ് ഈസ് നോട്ട് അവേഴ്സ്. വി ഓർഡേർഡ് ഇറച്ചി ഡോൺ. ഇറച്ചി ഡോണാ? ഓ, ഇത് കാണാൻ എന്ത് ടേസ്റ്റ്. ഈ ഓമു റൈസ് ആര് പറഞ്ഞത്? ആ നിങ്ങളാണ് അപ്പം വെറുതെ ഇരുന്ന്
ഇതൊക്കെ ആര് തിന്നു? എടാ ഓമൂറൈസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിൽക്കുമ്പോ എന്തിനാണ് എനിക്ക് ഷെഫ്? ഇത് ഓമൂറൈസ്, ഇതാണ് ജാപ്പനീസ് മറ്റേ എന്തോന്നും മറ്റേ റീലിലൊക്കെ കാണുന്നതാ. മുട്ട ഇങ്ങനെ പണ്ട് ഫോട്ടോ എടുക്കൂലെന്ന്, ഫോട്ടോ എടുക്കുമ്പോ എന്തോടെ സനിബ്രോയുടെ എസ്തെറ്റിക് ഫോട്ടോഗ്രാഫിയാണ്. അവന്റെ അത്ര എസ്തെറ്റിക് അല്ലാത്ത ഫോട്ടോഗ്രാഫി. എങ്ങനെയെങ്കിലും ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോഗ്രാഫി എനിക്ക് ഉദ്ദേശിച്ച അറുപ്പ് ഇതിനില്ല കേട്ടോ. അറുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അറക്കണേന്റെ ഇത് മാറി. ബ്രോത്ത് ഭയങ്കര ടേസ്റ്റ് ആണ്. അയ്യോ 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 കൊതി വിട്ടു. ഉള്ള ഏരിയെല്ലാം കൂടെ വാരി തിന്നിട്ട് ചുമച്ച് അതിനെ കലക്കണമായിരുന്നു. ഉള്ള മുളവെല്ലാം കൂടെ വാരി തിന്നു കേട്ടാ. മറ്റേ ഫ്ലാറ്റിലെ മോഡലിലൊക്കെ വ്ലോഗ് എടുക്കേണ്ടി വരുന്ന മൊത്തം ക്യാമറയുടെ കളി. അതിനെ അറുത്ത് വെച്ചേക്കണ നോക്കിയാണ് തുറന്ന് വെച്ചേക്കണ ഇവിടെ. ഇതെന്താ ഇത് ഞാൻ എങ്ങനെ കുടിക്കും? ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഇറച്ചി സ്റ്റേക്ക് വിത്ത് ക്യൂർഡ് എഗ് ആണിത്. എഗ്ഗിനെ ക്യൂർ ചെയ്തിട്ട് നല്ല എരി, നല്ല സുഖമുള്ള എരി. അതുപോലെ മുട്ട ഈ സ്റ്റേക്കിൽ മിക്സ് ചെയ്യാൻ മനസ്സിലായതോ? ഇതെങ്ങനെ വെച്ചിട്ട് മൊത്തം ഇങ്ങനെ മിക്സ്, ഇത് മൊത്തം മിക്സ് ചെയ്ത് കഴിക്കാനുള്ളതല്ലേ രാഹുൽ ബ്രോ? അപ്പം എനിക്ക് വീഡിയോ എടുക്കായിരുന്നു. ഗൈസ്, അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കാട്ടയ്ക്ക് മിക്സ് ചെയ്യണം. ഓ നല്ല ടെൻഡർ ബീഫാണെന്ന് കണ്ടറിയാം. അങ്ങനെ താങ്ക് യു ബ്രോ. അപ്പോൾ നമ്മൾ ഇറച്ചി ഡോൺ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ലെറ്റ്സ് ഫസ്റ്റ് ട്രൈ ദ മീറ്റ് വിത്ത് ദ റൈസ്. നല്ല എരിയുണ്ട് അതിന്റെ ബ്രോത്തിന്. തമാശ പറഞ്ഞല്ല, വൺ ഓഫ് ദി ബെസ്റ്റ് കിഡിലിന റൈസ് ബോൾ. നല്ല എരി. ഇവിടെ ഇരുന്നോളം എരിഞ്ഞു പോഞ്ഞ കേട്ടാ. ഓ ആ മീറ്റ് കിഡില കേട്ടോ. ഇത് കഴിച്ചാൽ ഇറച്ചി ഡോൺ, ഇറച്ചി ഡോൺ കഴിക്കട്ടെ. സൂപ്പർ അല്ലേ? ആ മീറ്റ് കിട്ടില്ല, അത് കൊള്ളൂല. നല്ല ടെൻഡർ സാധനം. ഇറച്ചി ചോറാ പോടാ. ഇറച്ചി ചോറും ജാപ്പനീസ് ഇറച്ചി ചോറെന്നാണ് അവന്റെ വിചാരം. സൂപ്പർ അല്ലേ? അടിപൊളി. ഇതാണ് എക്സ്പ്രഷൻ അവിടെ വരുന്നത്. ഇറച്ചി ചോറ് അത് നീ ബീഫ് തിന്നാത്തല്ലോ. ഉമാമി ഫ്ലേവർ. പിന്നെ ഏത് റാമനാ? അത് മൗണ്ടൻ റാമൻ. അതിന് എരിയില്ലെന്ന് കണ്ടറിയാം. നമ്മളെ ഈ ഒരു സാധനം പൊളിച്ച് കഴിച്ചു. ഇറച്ചി ഡോൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറച്ചി ഡോണിനെ പറ്റി അന്വേഷിക്കാം. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്. ചോറ് അടിപൊളി. സോ ഗുഡ്. റാമൻ കഴിക്കുന്ന തിരക്കിലാണ്. അതിനെരി കുറവ്, ഇതിനെരി കൂടുതൽ. മറ്റേ റൈസ് അത് മിക്സ് ചെയ്യും. ഇത് മിക്സ് ചെയ്യണം. അതെല്ലാം കൂടെ പിന്നെ ഒരു മുട്ടത്തോരനാക്കി ഇതിലിട്ട് കൊണ്ടുവന്നാ പോലെ. അതെ, അത് എസ്തെറ്റിക്. മറ്റേ ആ കറിയിൽ ഇതെല്ലാം കൂടെ മിക്സ് ആവണം. തറയിൽ വീഴല്ലേ ഒരു മയത്തില്. അവന്റെ മിക്സിങ് ആയതുകൊണ്ട് എനിക്കൊരു പേടിയാണ്. നാളെ ശ്വാസ ഡ്രാഗൺ പൈലി. അത് ഉറപ്പാണ്. ഞാൻ കുടിച്ചില്ല. അണ്ണൻ കുടിച്ചില്ലായിരുന്നല്ലേ? എപ്പോഴും റാമ കുടിയുമ്പോൾ നമ്മൾ അതിൻ്റെ ബ്രോത്ത് ആദ്യം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യണം. കൈയൊക്കെ ഒറ്റ കൈ കൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഞാനും ഇവിടെ കുറേ നേരം ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷേ ഗൈസ് വേറെ ലീഗ് ഫ്ലേവർ കേട്ടാ. ഒരു നമ്മൾ കഴിക്കാത്ത ടൈപ്പ് ഓഫ് നല്ല ടേസ്റ്റ്. ഒരു ടേസ്റ്റ്. ഇതൊരു പോപ്കോണിൻ്റെ ടേസ്റ്റ്. ഓമപ്പൊടി റൈസും സനീര റൈസും കൊള്ളാം. ചോറ് ഞങ്ങൾ കൂടെ തരുമോ? നൈസ് സാധനം.
അന്നദാന പ്രഭുവേ അതിൻ്റെ കേസ് ഞാൻ ഈ അന്നദാനം കുറച്ച് നടത്തിക്കോട്ടെ പിടിച്ചേ അന്നദാനം മതി മതി കുറച്ചെടുത്താ മതി ഈ അന്നദാനം എന്ന് പറയണ്ട ബീഫാണ് അന്നദാനമല്ല ആഹാരം ദാനം ചെയ്യും. അങ്ങനെയാണ് നീ എന്താ ഞാൻ അത് വേറെ ഇത് നൈസ് റാമൻ കേട്ടോ കൊള്ളാം അടിപൊളി റാമൻ അങ്ങനെ ആദ്യം ആ എരിയേ ഉള്ളൂ പിന്നെ എരി നാളെ അറിയാം ആ പ്രശ്നം ഒന്നും കുറച്ച് സ്ഥലമില്ല നെരുങ്ങി പുതുങ്ങിയിരിക്കണം നമ്മൾ എസ്പെഷ്യലി നമ്മൾ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൈയും കാലം ഒന്നും നനക്കാൻ വയ്യ ഇതൊരുമാതിരി ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് മഷ്റൂം ഇസ് നൈസ് കരാഗ ഇസ് നൈസ് മഷ്റൂം കഴിക്കാതെ ഞാൻ വരെ കഴിച്ച ആ വേണം എടുത്തോ വേറെ ടിഷ്യൂ ഉണ്ട് അതോ അവിടെ ഉണ്ടോ നൈസ് ഗുഡ് ജോബ് ഗ്യാസ് ഇല്ലാതെ പോലും ഇത്രയും സെറ്റാക്കിയത് കൊണ്ട് ബിഗ് കൺഗ്രാറ്റ്സ് അവിടെ ഉണ്ട് അതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറിലാണ് അവർ തൽക്കാലത്തേക്ക് സെറ്റാക്കി വെച്ചേക്കുന്നത് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അത് നമുക്ക് ഗ്യാസ് വന്നതിന് ശേഷം വീണ്ടും വരാം അപ്പം എന്തായാലും പക്ഷേ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഫുഡ് അടിപൊളി ഫുഡ് പ്രോപ്പർ നല്ല ചിക്കൻ വേറെ എന്തെങ്കിലും ഡെസേർട്ട് ഇവിടെ ഓർഡർ ചെയ്തിട്ട് നടത്താം മുട്ട മാത്രം പറക്കി തിന്നുന്നവൻ ചോറ് തിന്നടാ പ്രോട്ടീൻ എനിക്കിത് മാത്രം മതി ചോറ് കാർബാണ് കാർബ് ഓ മുട്ട മാത്രം പറക്കി പ്രഷർ ഹണ്ട് പോലെ അതിൽ CCTV ആയിക്കൊണ്ടിരിക്കുകയാണ് സാനിബ്രോ വീണ്ടും. അപ്പൊ എന്താണ് ഡെസേർട്ട് വന്നിരിക്കുകയാണ് ഓ വാവ് സീന സാധനം ഇതിന് ഞാൻ ഫോട്ടോ കൂടെ എടുത്തിട്ട് ക്യാമറ വെച്ചിട്ടുള്ള പരിപാടി ഷവമി 17 അൾട്ര ക്ലാരിറ്റി നോക്കണേ സൂപ്പർ സാധനം അത് ഈ ടോൺ ഒരു രക്ഷയില്ല ഗ്ലാസും കൂടെ ഇങ്ങനെയാണ് ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യണം ഗൈസ് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് പണിയാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത് ഇതാണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫിയുടെ സാധനമൊന്നും ചെയ്യാത്തത് കുറച്ച് പണിയാണ് അമ്മമാർ ഇങ്ങനെ കിടന്ന് കുറ്റം പാണെങ്കിലും ഞാൻ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് ഇതൊക്കെ ചെയ്യണം ഓ ഫോട്ടോ അതാ അവൻ്റെ വേറെ ഏതോ ഫോണിൻ്റെ റിവ്യൂ ആണ് ഗൈസ് അതിൻ്റെ ഫോട്ടോഗ്രാഫി ടെസ്റ്റ് ചെയ്യാം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതാണ് ഗൈസ് ചോക്ലേറ്റ് സോയ് എന്തോ ഗ്ലേസ് ഓ വാവ് പൊട്ടിക്കട്ടാ ഓ ഐഫോൺ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ആ ഓ ഓ അത്രയ്ക്ക് മതി എക്ലേസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു മുട്ടായി നല്ല മാച്ച് ഓ വാവ് ഗൈസ് ഫോട്ടോ ഇത് ഫോക്കസ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് അൾട്രാ വൈഡ് ആക്കണം ഓ വൈഡ് എന്താണ് അങ്ങനെയുണ്ട് ഭയങ്കര മധുരം ഇല്ലേ ഭയങ്കര മധുരല്ലേടാ മുട്ടായി പക്ഷെ കൊള്ളാം നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇതൊരു 3 തവണ കഴിച്ചു കഴിഞ്ഞാൽ സെറ്റാവും 3 സ്പൂൺ കഴിച്ചാൽ മതി നല്ല റിച്ച് സാധനം കേസ് കൊള്ളാം നല്ല ചോക്ലേറ്റ് ഇത് നല്ല ക്വാളിറ്റി ചോക്ലേറ്റ് ആണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് അക്യോർഡ് എങ്ങനെ ഇങ്ങനെ അതിൻ്റെ മണ്ടയിലോട്ട് ഇങ്ങനെ അടിപൊളി സാധനം കഴിച്ചു നല്ല ടേസ്റ്റാണ് ഐ വുഡ് റെക്കമെൻഡ് ഇറച്ചി ഡോൺ അങ്ങനെ ഉണ്ട് ഫുഡ് കൊള്ളാം എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏറ്റവും ഇഷ്ടപ്പെട്ടത് കരാഗി കൊള്ളാം മഷ്റൂം കരാഗി കൊള്ളാം പിന്നെ അണ്ണൻ്റെ മറ്റേ ചോറ് മറ്റേ ഇറച്ചി ഡോൺ എനിക്കും ഇറച്ചിച്ചോറ് ഇഷ്ടമായി എനിക്കും ഇറച്ചിച്ചോറ് ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒന്നും പറയുന്നില്ല പിന്നെ മറ്റേ കൂണ് പൊരിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഊണല്ല കൂണ് പൊരിച്ചത് ഓയിസ്റ്റർ മഷ്റൂം ഫ്രൈ അത് അടിപൊളിയായിരുന്നു പിന്നെ ചിക്കൻ കരാഗെ ചിക്കൻ പൊരിച്ചത് കൊള്ളായിരുന്നു പിന്നെ ഇത് കൊള്ളായിരുന്നു ഹലോ കിറ്റി കൊള്ളായിരുന്നു അതെ പിന്നെ ഷാസിന്റെ റാമൻ നമ്മൾക്ക് കുറച്ച് അണ്ണാക്കി തട്ടിയ ഒരു സാധനമാണ് അത് നല്ല എരി
ടോങ്കറ്റ്സു. ഇവളുടെ റാമൻ കൊള്ളായിരുന്നു. ടോങ്കറ്റ്സു അല്ലേ? പിന്നെ മുട്ടച്ചോറ് കുഴപ്പമില്ല, ഇറച്ചിച്ചോറായിരുന്നു കുറച്ചൊരു ടേസ്റ്റ്. മുട്ടച്ചോറ് പോലെ ഞാൻ ഇനി മേലെ ജാപ്പനീസ് കഴിക്കാൻ വിളിച്ചോണ്ട് വരും. 2 എണ്ണത്തിന് വല്ല ബിരിയാണി വാങ്ങിച്ചെടുത്ത് പറഞ്ഞു വിടണം. ഞങ്ങൾ സാധാരണ മലയാളികളൊക്കെ അങ്ങനെയാ. പിന്നെ നമ്മൾ പിന്നെ ഫിലിപ്പീനോകളാണല്ലോ ഇങ്ങോട്ടാ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കാരണം വലിയൊരു സക്സസ് ആയി മാറിയിരിക്കുകയാണ്. സോ അടുത്ത ഫുഡ് ഈറ്ററി നമ്മൾ തപ്പി കണ്ടുപിടിക്കുന്നവരെ ബൈ. അങ്ങ് ദൂരെ നോക്കിയാണ് പണ്ട് കാർത്തിക് ചിഹ്നം പിന്നെ തിന്നോണ്ടിരുന്ന സാധനം കണ്ട, അത് നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെയാണ്. അല്ല മനസ്സിലായി കുഴപ്പമില്ല. ഇത്ര നാൾ അതാണ് നീ തിന്നോണ്ടിരുന്നത്, ഇനി പറയണ്ട കുഴപ്പമില്ല. ഞാനേ ഒരു കാര്യം പറഞ്ഞോ, ഈ സാധനം നോക്കിയാണ് കഴിക്കൊണ്ടിരിക്കുക. ഓ നിങ്ങളല്ല അതോ അവൻ സാധാരണ മലയാളി. അതാണ് ഇതോ അവിടെ ഇരിക്കുന്നത്. സാധാരണ മലയാളി ഇങ്ങനെയൊന്നുമല്ല. പടാ ഉണ്ടല്ലോ ഒരു പാട്ടിന് ഇട്ടുകൊടുത്താൽ ഞാനൊക്കെ അവിടെ ഗുരു മലയാളിയാണെങ്കിലും എരപ്പാളിയാണെന്ന്. അങ്ങനെ മുതലാളി വന്നിരിക്കുകയാണ് വീണ്ടും. എന്തെങ്കിലും ഉണ്ടോ ഇനി കനത്തിൽ എന്തെങ്കിലും തരാനുണ്ടോ? അതന്നാണോ? ഇല്ലേ, ഒന്നുമില്ലേ? ഓക്കെ. അങ്ങനെ നമ്മളെ ബില്ല് വാങ്ങിയില്ല. താങ്ക് യു ഫോർ ദ ട്രീറ്റ്. അപ്പം താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അപ്പം പുള്ളി ട്രീറ്റ് ആയിട്ട് തന്നു ഗൈസ്. പൈസ വാങ്ങിക്കൂല, അതാണ് നമ്മളെ ഫ്രണ്ട്സിൻ്റെ കടയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെന്തായാലും പോയിട്ട് വരാം ഗൈസ്. ബൈ. ആണ് ആംബിയൻസ് വൻ സീൻ കേട്ടോ. പുള്ളി അവസാനം കുറേ സംരംഭങ്ങൾക്ക് ശേഷം നൈസായിട്ടൊരു സാധനം സെറ്റായി. കൊള്ളാം. ഹാപ്പി ഫോർ യു. പൊളി സാധനം. എന്തായാലും വരും, വീണ്ടും വരും. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ശരി. താങ്ക് യു. ബൈ. കാണാം. ബൈ. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അടുത്ത കഫിക്കാനയിലോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കഫിക്കാനയിലോട്ട് പോവുകയാണ്. വ്ളോഗ് തമ്മിൽ കണ്ടുമുട്ടി. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ കഴിച്ച് നല്ലൊരു വിഭവ സമൃദ്ധമായ ജാപ്പനീസ് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ കഫിക്കാനയിലോട്ട് പോവുകയാണ്. ഷാസിൻ്റെ പുതിയ മാക്ബുക്ക് നിയോ അൺബോക്സ് ചെയ്യാൻ മിസ്റ്റർ കാർത്തിക് സൂര്യയാണ് ഇനാഗുറേഷൻ. അപ്പോൾ എന്തായാലും കഫിക്കാനെ പോയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. കഫിക്കാനെ പോയിട്ട് അവിടെ വെച്ച് കാണാം. ഇത് നല്ല ലൈറ്റ് കേട്ടോ ഇവിടെ. ഓക്കെ, ബൈ. കഫിക്കാനയിൽ വന്നിരിക്കുകയാണ്. മറ്റോ എത്തിയിട്ടുണ്ട് അവിടെ വെളിയിൽ. അവനെ കൊണ്ട് ഇത് അൺബോക്സ് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ വീട്ടിൽ പോകുന്നു. അൺബോക്സിങ് വീഡിയോ ഒക്കെ അവൻ്റെ ചാനൽ. ഇവൻ കൂടെ വന്നിട്ട് ഒരു ഔട്ട്രോ എടുത്തിട്ട് ഞാനും വീട്ടിൽ പോകണം ഗൈസ്. ഒരു സെൽഫിയും കൂടെ എടുക്കണമല്ലോ. തംബ്നെയിലിൽ ഇതൊക്കെയാണ് ഒരു വ്ളോഗറിൻ്റെ മെയിൻ സംഭവങ്ങൾ. നമ്മളൊരു വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഔട്ട്രോ എടുക്കണം എല്ലാവരെയും വെച്ചിട്ട്. അങ്ങനെ കഴിച്ച് അവരിങ്ങനെ ചിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളൊരു ചീസ് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒരു ടാറ്റ കാണിച്ചേ. ടാറ്റ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ.